ആകാംക്ഷയോടെയുള്ള കുട്ടികളുടെ കാഴ്ചകളും അവർ കാണുന്ന ലോകത്തെയും എങ്ങനെയാണ് പഠനത്തിലേക്ക് വളർത്താനാവുക? മാതാപിതാക്കന്മാരുടെ ചിന്തയും ആകുലതയും ആണ് ഇത്. ആകാംക്ഷയുടെ അത്ഭുതമുള്ളവരാണ് കുട്ടികൾ. ഇവർ ആകാംക്ഷയുടെ നടത്തിപ്പുകാരാണ്. ആകാംക്ഷയിൽ മുന്നേറുന്നവർ ജീവിതത്തിൽ ഉന്നത വിജയവും സംതൃപ്തിയും നേടിയെടുക്കും. മുതിർന്നവരെക്കാൾ കാഴ്ചശക്തിയുള്ള, കണ്ണിൽ കടലും അഗ്നിയും സൂക്ഷിക്കുന്നവരാണ് കുട്ടികൾ. ദ ഗ്രേറ്റസ്റ്റ് വെർച്യു ഓഫ് മാൻ ഈസ് പെർഹാപ്സ് ക്യൂരിയോസിറ്റി. ആകാംക്ഷയിലൂടെ നേടിയെടുക്കുന്ന അറിവും അനുഭവവും ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ക്യൂരിയോസിറ്റി ഈസ് ദ വെരി ബേസിസ് ഓഫ് എഡ്യൂക്കേഷൻ. കുട്ടികളുടെ കണ്ണിലെ അഗ്നിയും അവരുടെ നോട്ടവും അന്വേഷണവും ചോദ്യങ്ങളിലെ അത്ഭുതവും അനുഭവിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ ആകാംക്ഷയുടെ മേഖലകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് ഇവയെ നേരിട്ടത്? ഈ ആകാംക്ഷയോട് സംസാരിച്ചിട്ടുണ്ടോ? ഇവയെ വളർത്തിയെടുക്കാനായിട്ടുണ്ടോ? ഇവയ്ക്ക് അവസരം നൽകിയിട്ടുണ്ടോ? കുട്ടികളുടെ ആകാംക്ഷയെ പഠന കഴിവുകളും താല്പര്യവുമായി വളർത്താനാകും. സൗമ്യമായും കൗതുകത്തോടെയും ഈ വഴികൾ പരിശീലിക്കണം. കുട്ടികളുടെ ആകാംക്ഷയുടെ മേഖലകൾ, ചോദ്യങ്ങളുടെ രീതികൾ, ഇതിലെ കഴിവുകൾ എന്നിവ വിലയിരുത്തണം. കുട്ടികൾക്ക് ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ നൽകുക. കുട്ടികളോടൊപ്പം അവരുടെ ആകാംക്ഷയുടെ മേഖലകളിൽ അന്വേഷണങ്ങൾ നടത്തുക. കൗതുകവും ചോദ്യ ഉത്തരങ്ങളും എല്ലാം ചർച്ച ചെയ്യണം. കൂടുതൽ വിവരശേഖരണത്തിന് നല്ല റിസോഴ്സസ്, പുസ്തകങ്ങൾ, യാത്രകൾ, വർത്തമാനം എന്നിവയുടെ സൗകര്യവും സാധ്യതകളും കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക. ആകാംക്ഷയുടെ യാത്ര അഭിനന്ദനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ചർച്ചയുടെയും ഫൺ ആകണം. കുട്ടികൾ തങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്ന ഈ അന്വേഷണത്തിൽ ക്ഷമയോടെ മാതാപിതാക്കൾ കൂടെ ഉണ്ടാകണം. ഇത് കുടുംബത്തിൻ്റെ രസകരമായ യാത്രയാകണം. ഇതിലൂടെ കുട്ടികളുടെ പഠന താല്പര്യങ്ങളും രീതികളും ഉപരിപഠന സാധ്യതകളും എല്ലാം വ്യക്തമായി കിട്ടും. അവയെ വളർത്താനാകും. കുട്ടികളുടെ ആകാംക്ഷയെ ആഘോഷിക്കണം. ഇതിലൂടെ ചേർത്ത് വെച്ചുള്ള യാത്രകൾ, മുതിർന്നവർ അവരുടെ പ്രോത്സാഹനവും സൗകര്യങ്ങളും എല്ലാം കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരുക്കി കൊടുക്കണം. കുട്ടികളുടെ ആകാംക്ഷയുടെ മേഖലകളെ കണ്ടെത്താനുള്ള വഴികൾ തുടർന്നുള്ള വീഡിയോകളിൽ കാണുക. സബ്സ്ക്രൈബ്